ഞാനും മോളും ഇന്ന് ചെന്നൈയിൽ നിന്ന് തിരിച്ചതാ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വിഷ്ണുവിന് 4 ഡേയ്സിൻ്റെ ക്ലാസ് വർക്കും ഹോംവർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം അവൾ സ്റ്റാർട്ടിങ്ങിൽ ആ പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവളുടെ ഫ്രണ്ട് പൗർണമി എല്ലാ നോട്ട്സൊക്കെ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് തീർത്താ? സയൻസ് തീർത്തല്ലേ? അടുത്ത മാത്സ് അല്ലേ? ശരി, നീ എഴുതാം. ഇതാണ് എൻ്റെ ചെടികളുടെ അവസ്ഥ. പക്ഷേ ഒരു ദിവസം വിട്ട് എൻ്റെ അമ്മ വന്ന് വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു. എങ്കിലും കഴിഞ്ഞ ഒരു 2 വീക്സായിട്ട് ഇവിടെ മഴയേ ഇല്ല. അത് കാരണം ചെടികളുടെ മൂടൊക്കെ നല്ല ഡ്രൈ ആയിരിക്കുകയാണ്. എങ്കിലും ഇന്നലെ അമ്മ വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു. അതായത് എൻ്റെ 2 വാഴ തളിർത്ത് നിൽക്കുകയാണ്. ഞാൻ പോയപ്പോൾ ചെറിയൊരു തളിര് വിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ നല്ലൊരു ഇല വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു. അപ്പോൾ ഇനി ഇതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. ഇത് മാക്സിമം വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ പറയണം. എനിക്ക് വീടൊക്കെ ഒന്ന് തൂക്കേണ്ടതുണ്ട്. വീടിനകത്ത് 5 ദിവസം അങ്ങനെ അടച്ചിട്ടിരുന്നതല്ലേ, ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട്, പൊടിയുണ്ട്. അപ്പോൾ വീട് ക്ലീൻ ചെയ്യണം. ഇത് പയർ ചെടി, ഇതിൽ കുറേ കായ ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുറേ പയർ കിട്ടിയിട്ടുണ്ട്. പച്ചമുളകും അതേ നിറയെ പഴുത്ത് നിൽക്കുകയാണ്. ഇതെൻ്റെ പാരിജാതം. ഡെയിലി എനിക്ക് 2 പൂവെങ്കിലും തരും. അപ്പോൾ ഇതിൽ ഒത്തിരി പൂ നിൽക്കുകയാണ്. പൂ ഡെയിലി എടുക്കാത്ത കാരണം ഒക്കെ മഞ്ഞ കളറിൽ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. പിന്നെ വീട്ടിൽ വന്ന് കയറിയത് ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും അവിടെ നിന്ന് ചെന്നൈ പോയിട്ട് കൊണ്ടുവന്ന എല്ലാ ഡ്രസ്സിനെയും സർഫിലിട്ട് അങ്ങ് മുക്കി വെച്ചു. മെഷീനിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെളുക്കില്ല, എനിക്കത് തീരെ പിടിക്കില്ല. യൂഷ്വലായിട്ട് ഞാൻ എല്ലാ ഡ്രസ്സും ഹാൻഡ് വാഷ് ചെയ്തിട്ട് ലാസ്റ്റ് ആ ഫൈനൽ സ്റ്റേജിൽ ഡ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ ഇടുകയുള്ളൂ. ആ മെഷീനിൽ ഇങ്ങനെ തുണി കിടന്ന് കറങ്ങുന്ന കാണുമ്പോഴേ ദേഷ്യം വരും. അത് കാരണം എല്ലാം ഹാൻഡ് വാഷ് ചെയ്യും. ഫൈനൽ സ്റ്റേജ് മാത്രം തന്നെയാണ് അത് മെഷീൻ യൂസ് ചെയ്യുള്ളൂ. അതിന് എപ്പോഴും എൻ്റെ ചേട്ടൻ വഴക്ക് പറയും, നിനക്ക് എന്തിന് വെറുതെ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ എന്ന് കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ തൃപ്തി വരില്ല എനിക്ക്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതെന്ത് അസുഖമാണോന്നറിയില്ല. പിന്നെ വീട് അടിച്ചു വാരുന്ന പരിപാടിയിലേക്ക് പോയി. വീട് അടിച്ചു വാരുന്ന മാത്രമല്ല, നല്ലതായിട്ട് തുടക്കുകയും ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വീടടിച്ച് പറയാം, അത് 5 ദിവസത്തെ ആളില്ലാതെ കിടന്ന വീടല്ലേ. അല്ലാതെ എനിക്ക് വൈകുന്നേരം വിളക്ക് കത്തിക്കാനും തോന്നില്ല, രാത്രി കിടന്നാൽ ഉറക്കവും വരില്ല. അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി ആയത് കാരണം ഞാൻ അതിനെ എൻ്റെ മനസ്സിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഞാനതൊക്കെ ചെയ്തിട്ട് എത്ര ടയേർഡാണെങ്കിലും അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ ചേട്ടൻ ചോദിക്കും, നിനക്കെന്തോ നീ എവിടെ നോക്കിയാലും നീ തൂത്തുകൊണ്ടേയിരിക്കണം, ആരെങ്കിലും നിനക്ക് അതിൽ ക്ഷുദ്രം ചെയ്ത് വെച്ചിട്ടുണ്ടോ? കാരണം എനിക്ക് ഈ പൊടികളൊന്നും ഇങ്ങനെ കാലി തട്ടണ ഇഷ്ടമില്ല. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ മോപ്പിംഗ് പരിപാടി വളരെ എളുപ്പമാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയും കൂടെയാണ്. കാരണം എൻ്റെ ഈ യൂസ് ചെയ്യുന്ന മോപ്പ് നല്ല ലെങ്തി ആയിട്ടുള്ളതാണ്. പല മാൾസിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ഇത് വെച്ച്. അന്ന് മുതൽ എനിക്ക് പ്ലാനിട്ടാണ് നമുക്ക് വീടൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലത്തെ തന്നെ വാങ്ങിക്കണമെന്ന്. അപ്പം ജോലി പെട്ടെന്ന് തീരും. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, നമുക്ക് ബക്കറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നമുക്ക് അതിനെ പിഴിഞ്ഞെടുക്കാനൊന്നും പറ്റില്ല. അത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും വല്ല വാഷ് ബേസിലെങ്ങാനും കൊണ്ട് കാണിച്ച് അത് നന്നായി നീറ്റായിട്ട് ക്ലീൻ ചെയ്യും. ഫ്ലോർ ക്ലീനർ ലോഷനൊന്നും ഞാൻ വാങ്ങിച്ച് വയ്ക്കാറില്ല. നല്ല മണമുള്ള നമ്മളെ ജവ്വാദിൻ്റെ എസൻസോ അല്ലെങ്കിൽ മരിക്കൊഴുന്ത് കിട്ടും, അതിൻ്റെ എസൻസ്, ഇതൊക്കെ വാങ്ങി 2 ഡ്രോപ്പ് മതിയാവും 1 കപ്പ് വെള്ളത്തിൽ ഇട്ട് നമ്മളതിൽ തളിക്കുമ്പോൾ വരുന്ന ആ ഒരു മണമില്ലേ, നമുക്ക് ഈ കോവിലിനുള്ളിലൊക്കെ കയറില്ലേ, ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു മണം അതുപോലെ ഇരിക്കും. അങ്ങനെയാണ് ഞാൻ അധികവും മോപ്പ് ചെയ്യാറുള്ളത്. വീട് തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്തപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്മ വാങ്ങിച്ച് വെച്ച പഴമായിരുന്നു. നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ എന്നുള്ളതിൽ അമ്മ വാങ്ങിച്ചതാണ്. ഞങ്ങളവിടെ ഉച്ചയ്ക്ക് 12 മണിക്ക് വന്ദേ ഭാരതിൽ നിന്ന് കഴിച്ചതാണ്. ട്രെയിനിൽ നിന്ന് തന്നെയാണ് ഫുഡ് കിട്ടിയത്. പക്ഷേ ഇത്രയും ചെയ്തപ്പോൾ അങ്ങ് തളർന്നു പോയി കേട്ടോ. പഴം കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും മോളും, അവൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയി, ഞാൻ തുണി കഴുകാൻ പോയി. എൻ്റെ മൂട്ടിലൊഴിയിടാം. അങ്ങനെ തുണി കഴുകിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മളെ കാണാൻ വേണ്ടി അമ്മ വന്നു.
എന്നിട്ട് കുളിക്കാൻ നേരം നീ എന്റെ പുറത്ത് കയറണം, ഞാൻ എന്റെ പുറത്ത് കയറണം. വീട് തൂത്ത് തുടച്ചു. പിന്നെ തുണികളാ എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ ഓഫീസിൽ ഇറങ്ങിയത്. അമ്മ വന്നതുകൊണ്ട് ഇനി ചായ കുടിച്ചിട്ടാവാം മറ്റു ജോലികളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ കിച്ചണിൽ വന്നു. അപ്പോഴേ കേട്ടോണ്ടിരുന്നു ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിഷയം അമ്മ വരുന്നു. ഇനി വന്നിട്ടൊക്കെ തന്നെ നോക്കണം. നാളത്തേക്കും കൂടി ഇരിക്കട്ടെ. അമ്മ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് ഇന്നലെ തന്നെ ഇവിടെ ഫ്രിഡ്ജിൽ കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു, കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്ന് നമുക്ക് വന്നപ്പോൾ ഒരു കഞ്ഞി കുടിക്കണം, ചൂടോടെ കഞ്ഞി കുടിക്കണം തോന്നി. അത് പറഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് ഒരു ചമ്മന്തി അരച്ചിരാന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിപൊളി ചമ്മന്തി അരച്ച് തന്നു അമ്മ. പിന്നെ അമ്മ പോയതിന് ശേഷം ഞാൻ ബാക്കി തുണികളൊക്കെ കഴുകിയതിന് ശേഷം അതിനെ സ്പിൻ ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു. കുറച്ച് ലേറ്റായി പോയി. എല്ലാ ജോലിയും കഴിഞ്ഞു, മണി 6:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ കുളിച്ചപ്പോഴാണ് ഒരു സമാധാനത്ത്. രാവിലെ അതായത് വെളുപ്പിന് 3 മണിക്ക് കുളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചത്. എന്നാലും ഒരിക്കൽ കൂടെ ഈ ജോലികളൊക്കെ കഴിഞ്ഞപ്പം കുളിച്ച് സമാധാനമായി വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ച്. വിളക്കൊക്കെ കത്തിച്ചു. രാത്രിത്തേക്ക് പയർ കഞ്ഞി ഉണ്ടാക്കി. അമ്മ അരച്ചു വെച്ചിരുന്ന ചമ്മന്തി ഉണ്ടായിരുന്നു. സോ അടിപൊളിയായിട്ട് കഞ്ഞി ചൂടോടെ നല്ല കുളിരായിരുന്നു കേട്ടോ. സോ അത് നല്ല സൂപ്പറായിരുന്നു. അമ്മ അരച്ച ചമ്മന്തി കഴിച്ചു നോക്കിയിട്ടുണ്ടായി മുമ്പേ പറഞ്ഞ കഴിച്ചു നോക്കുമ്പോ എരിവായിരുന്നു. കഞ്ഞിയും ചമ്മന്തി. ഇന്ന് പപ്പടമൊന്നും വേണ്ട, രാത്രിയല്ലേ. കുറച്ച് കഴിച്ചു. എന്താ കഴിച്ചു? കൊള്ളാമോ നോക്കാം. എന്ത് പറയുന്നു? നല്ല എരിവും പുളിപ്പുണ്ട്. തിക്കായില്ലേ? സൂപ്പറായില്ലേ? കുറച്ചുകൂടെ തരൂ. കഴിച്ചോണ്ടേ എണ്ണ ഒഴിച്ചാൽ സൂപ്പറായി. വെളിച്ചെണ്ണയാ? കുറച്ച് തള്ളി നമുക്ക് ഒരു കപ്പ് വെള്ളം എടുത്തതാ. കുറച്ച് വെള്ളം പയറ് കഞ്ഞിക്ക് ഞാൻ സാധാരണയായിട്ട് 1 സ്പൂൺ ഉലുവ, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു 7-8 ചെറിയ ഉള്ളി, ഇതൊക്കെ ഇട്ടാണ് ഞാൻ കഞ്ഞി സാധാരണ വയ്ക്കാറ്. അപ്പോൾ ഇതുപോലെ എങ്ങനെ ചെയ്യണവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടൂ. ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും. എവിടെ നോട്ട് എവിടെ? മാത്സ് ഏതൊരു എഴുതിയിട്ട് അവൾ കുറേ ഹോംവർക്കും ക്ലാസ് വർക്കൊക്കെ എഴുതി കൈ നോവുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് കുറേയൊക്കെ ഞാൻ എഴുതി കൊടുത്തു. കഞ്ഞി ഒന്ന് ശരിയാവുന്നത് വരേക്കും, അത് വിസിൽ വരണ വരേക്കും നമ്മൾ കുറേ ഇരുന്ന് പഠിച്ചു.
കുറച്ചിന് ഭയങ്കര ടയേർഡായിരുന്നു. അത് കാരണം ഒരു അരമണിക്കൂർ അത്രയൊക്കെ തന്നെയാണ്. പക്ഷെ നീ എഴുതുന്നല്ല TH നികത്ത്. കുറച്ച് വരുന്നാ ഇതെനിക്ക് അത് നിനക്കാ ഇതെനിക്ക് ചൂടാണ് നോക്കി കഴിച്ചു. കൊള്ളാമോ? വെച്ചിട്ടുണ്ട്. ഒരേ ഒരു കാര്യം പ്ലീസ് അത് ചെയ്യണം. നെക്സ്റ്റ് സൺഡേ ഡാൻസ് ചെയ്യുന്നിട്ട് അവിടെ പോവാം. അങ്ങനെ ഇന്നത്തെ എല്ലാ ജോലികളും ഒരുവിധം തീർത്തു എന്ന് തന്നെ പറയാം. രാവിലെ 3 മണിക്ക് കഴിച്ചതാണ്. മാത്രമല്ല തലേന്ന് ഉറങ്ങിയിട്ടുമില്ല. 3 മണിക്ക് കഴിക്കണമല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു ഇതിൽ കറക്റ്റ് ഉറങ്ങിയിട്ടുമില്ല. ആ ഒരു ക്ഷീണവും ജോലികളും എല്ലാം ചെയ്ത് തളർന്ന് ഇത് കുറേ ദിവസം കൊണ്ട് ബെഡിൽ അങ്ങനെ കിടന്നാണ്. നമ്മളില്ലാത്ത സമയത്ത് തുറന്ന് കിടന്ന ബെഡല്ലേ. അപ്പോൾ ബെഡ് സ്പ്രെഡിനെയൊക്കെ മാറ്റിയിട്ട് വേറെ ബെഡ് സ്പ്രെഡ് വിരിച്ച് രണ്ടുപേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അതിനിടയിൽ വിഷ്ണുമായ TV-യിൽ ഓരോ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയാണ്. സോ ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണും വരെ ബൈ ഫോർ നൗ.